ഓക്കെ, നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തായിരുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗ്ഗാത്മകതയുടെ അടിസ്ഥാനം ഡാഷാണ്. ഗിൽഫോർഡിൻ്റെ അടിസ്ഥാനത്തിൽ സർഗ്ഗാത്മകതയുടെ അടിസ്ഥാനം. അതായത് ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും റിപ്പീറ്റ് അടിക്കാൻ സാധ്യത. സാധാരണ രീതിയിൽ ഗിൽഫോർഡുമായി ബന്ധപ്പെട്ട് സർഗ്ഗാത്മകതയുടെ ചോദ്യം ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പം ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗ്ഗാത്മകതയുടെ അടിസ്ഥാനം ഏതാണ്? എ ബുദ്ധിശക്തി, ബി ഉൾക്കാഴ്ച ചിന്തനം, സി സംവ്രജന ചിന്തനം, ഡി വിവ്രജന ചിന്തനം. ഓക്കെ, 5 4 3 2 1 0. ഉത്തരം, 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വിവ്രജന ചിന്തനം എന്നുള്ളതാണ്. വിവ്രജന ചിന്തനമാണ്. അധികം വലിയ രീതിയിൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഗിൽഫോർഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, ഇനി അടുത്ത 7ാമത്തത്. ഏത് തലം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്? ഓർക്കുക, ഏത് തരം വിലയിരുത്തലാണ് പഠിതാക്കളുടെ പഠന പരിമിതികളും പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്? ഓക്കെ, ഓപ്ഷൻസ് വായിക്കുക. തനിയെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, 5 4 3 2 1. ഉത്തരം എന്താണ്? പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തൽ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അതായത് കുട്ടികളുടെ പരിമിതികളും ഏതാണ് പഠന പ്രയാസങ്ങളും കണ്ടെത്താൻ സ്ഥാനക്കയറ്റം നൽകാനുള്ള വിലയിരുത്തൽ നൽകാൻ പറ്റുമോ? വേണ്ട. പിന്നെ ഏതാണ്? തുടർ മൂല്യനിർണ്ണയത്തിന് വേണോ? വേണ്ട. ആത്യന്തിക വിലയിരുത്തലാണോ? അല്ല. പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള വിലയിരുത്തലാണ്. ഒരു ലോജിക്ക് വെച്ച് നമുക്കിതങ്ങ് കിട്ടിക്കോളും. ഓക്കെ, അപ്പം അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം. ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താവുന്നത് വ്യക്തിവ്യത്യാസങ്ങൾ, ബി ബുദ്ധിമാന്ദ്യം, സി വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ബുദ്ധി പരീക്ഷ നടത്തുന്നതിലൂടെ കണ്ടെത്താൻ കഴിയുന്നത്. ഓക്കെ, 5 4 3 2 1. എന്താടാ ഉത്തരം? ഏതാണ്? മേൽപ്പറഞ്ഞവയെല്ലാം. ബുദ്ധി പരീക്ഷ കണ്ടെത്തുന്നതിലൂടെ വ്യക്തിവ്യത്യാസങ്ങൾ കണ്ടെത്താമോ? കണ്ടെത്താം. ബുദ്ധിമാന്ദ്യം കണ്ടെത്താമോ? കണ്ടെത്താം. വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ കണ്ടെത്താമോ? കണ്ടെത്താം. അപ്പോൾ ഉത്തരം മേൽപ്പറഞ്ഞവ എല്ലാമാണ്. അടുത്ത 9ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ ബേബി ടോക്ക് സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സംയോജനമാണ്? ദമനം, പശ്ചാത്ഗമനം, യുക്തീകരണം, ഉദാത്തീകരണം. ദമനം, പശ്ചാത്ഗമനം, യുക്തീകരണം, ഉദാത്തീകരണം. ഏതാണ്? 5 4 3 2 1. ഇത്രയും സമയം മതി. പശ്ചാത്ഗമനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓർക്കുക, ഈ മേഖലയിൽ നിന്ന്, അതായത് ഫ്രോയിഡിൻ്റെ ഒരു ചോദ്യം, ഫ്രോയിഡിൻ്റെ എന്ന് പറഞ്ഞ് വന്നില്ലെങ്കിലും സമായോജനത്തിൻ്റെ ഒരു ചോദ്യം ഉറപ്പ് മസ്റ്റ് ആണ്. ചോദിച്ചിരിക്കും. ചോദിച്ചില്ലെങ്കിൽ ധൈര്യത്തോടെ ഒന്ന് തെറി വിളിക്കാം. ചോദിച്ചിരിക്കും. പശ്ചാത്ഗമനവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒരു ചോദ്യം, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെ ചോദ്യം ഉറപ്പാണ്. അതിനകത്ത് സംശയം ഒന്നും വേണ്ട, അത് ചോദിച്ചിരിക്കും. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യം ഇന്നത്തെ. പിന്നോക്കാവസ്ഥക്കാരായ കുട്ടികൾ എന്നാൽ മന്ദപഠിതാക്കൾ, IQ 90-നും 110-നും ഉള്ള കുട്ടികൾ, മാനസിക രോഗമുള്ളവർ, മേൽപ്പറഞ്ഞവയെല്ലാം. 10 പിന്നോക്ക കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 4 3 2 1. എത്ര പേര് ഡി സെലക്ട് ചെയ്തോ? ഡി എങ്കിൽ തെറ്റാ. ഓക്കെ, മാനസിക രോഗമുള്ളവരാണോ? അല്ല. IQ 90-നും 110-നും ഇടയിലുള്ള കുട്ടികളാണോ? അല്ല. ഈ 90-നും 110-നും ഇടയിലുള്ള ആൾക്കാരാരാ?
90 110 ഇടയിലുള്ള ആൾക്കാരാരെ 90 110 ഇടയിൽ ഉള്ളവരാണ് ഈ ശരാശരിക്കാർ. അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഐക്യുവിൻ്റെ ലെവലൊന്ന് നോക്കിക്കോണേ മക്കളെ. അടുത്തത് അപ്പോൾ പിന്നെ ഇതിനകത്ത് ആരാ ഉള്ളത്? മന്ദപഠിതാക്കളാണ് ഇതിനകത്ത് ഉത്തരം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഡയറക്റ്റ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പം പറഞ്ഞ ഇതിൻ്റെ സാരം. അതായത് മാനസിക രോഗമുള്ളവർ പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളാണോ? അല്ല. 90 110 ശരാശരിയാണ്. അപ്പം മേൽപ്പറഞ്ഞവയൊന്നും വരുത്തൂല. അപ്പം ഇത് 3 കട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് എ മാത്രമേ ഉള്ളൂ, മന്ദപഠിതാക്കൾ. അങ്ങനെയും എടുക്കാം. ഓക്കെ, ഇന്നത്തെ 5 ചോദ്യം അവസാനിച്ചിരിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല സാധനം നമ്മൾ നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അത് വർക്ക് പെൻഡിങ് ആണ്. അത് താമസിയാതെ നാളെയോ മറ്റന്നാളോ ആയിട്ട് തന്നെ അതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, എല്ലാവർക്കും ശുഭനിദ്ര നേടുന്നു. ഗുഡ് നൈറ്റ്.